സുഹൃത്തുക്കളെ, നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളിലുമായി ഏകദേശം 2.2 ലക്ഷം കോടി രൂപ ആരും ചോദിക്കാനില്ലാതെ വെറുതെ കിടക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇതിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ആരുടേതാണെന്നോ എവിടെയാണെന്നോ ആർക്കും അറിയില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഈ മറന്നുപോയ ഭാഗ്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക അവകാശികളില്ലാതെ പോകുന്നത്? നിങ്ങളുടെ പണം ഇങ്ങനെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? അത് തിരികെ കിട്ടാൻ നിങ്ങൾ എന്തു ചെയ്യണം? ഇതെല്ലാം നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നു. എന്താണ് ഈ ആസ്തികൾ? എവിടെയാണ് ഈ പണം? ഇതാണ് ആദ്യം പരിശോധിക്കുന്നത്. ഈ 2.2 ലക്ഷം കോടി രൂപ ഒരൊറ്റ സ്ഥലത്തല്ല ഉള്ളത്. പ്രധാനമായും 4 വിഭാഗങ്ങളിലായാണ്. ബാങ്ക് നിക്ഷേപങ്ങളായ 97,545 കോടി രൂപ ആർക്കും വേണ്ടാതെ കിടക്കുന്നു. ഇതിൽ സേവിങ്സ് അക്കൗണ്ടുകൾ, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. 10 വർഷം ഒരു ഇടപാടും നടക്കാത്ത അക്കൗണ്ടുകൾ, ഇത് റിസർവ് ബാങ്കിന്റെ DEA ഫണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. RBIയിലേക്ക് പണം മാറ്റപ്പെട്ടാൽ പലിശ നിരക്ക് സാധാരണ സേവിങ്സ് അക്കൗണ്ട് നിരക്കുകളേക്കാൾ കുറവായിരിക്കും. നിലവിൽ ഈ ഫണ്ടുകൾക്ക് ഏകദേശം 3% എന്ന കുറഞ്ഞ നിശ്ചിത പലിശയാണ് ലഭിക്കുന്നത്. ഓഹരി വിപണിയിൽ ഉള്ള പണം നോക്കാം. 89,004 കോടി രൂപ. 1600-ലധികം കമ്പനികളുടെ ഓഹരികളാണ് ഇത്. ലാഭവിഹിതം 7 വർഷം കൈപ്പറ്റിയിട്ടില്ലാത്തതിനാൽ ഈ തുക ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഇൻഷുറൻസ് ഇനത്തിൽ 20,062 കോടി രൂപ. കാലാവധി കഴിഞ്ഞിട്ടും വാങ്ങാത്ത മെച്യൂരിറ്റി തുകകൾ, മരിച്ചവരുടെ അവകാശികൾക്ക് കിട്ടേണ്ട ക്ലെയിമുകൾ എന്നിവയാണ് ഇങ്ങനെ അനാഥമായി കിടക്കുന്നത്. എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ അവകാശികളില്ലാതെ 10,915 കോടി രൂപ. ജോലി മാറുമ്പോൾ പലരും പഴയ PF അക്കൗണ്ടിലെ പണം ക്ലെയിം ചെയ്യാറില്ല. ലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ ഇങ്ങനെ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പണം അവകാശികളില്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും പണം നമ്മൾ മറന്നു പോകുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ആശയവിനിമയം ഇല്ലാത്തതാണ് ആദ്യത്തെ കാരണം. പലരും നിക്ഷേപങ്ങളെക്കുറിച്ച് വീട്ടുകാരോട് പറയില്ല. പെട്ടെന്നൊരു മരണം സംഭവിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഈ നിക്ഷേപങ്ങളെക്കുറിച്ച് ഒരു അറിവും ഉണ്ടാകില്ല. നോമിനികളെ ഉൾപ്പെടുത്താത്തതാണ് മറ്റൊരു കാരണം. പണ്ട് നിക്ഷേപങ്ങൾ തുടങ്ങുമ്പോൾ നോമിനികളെ ചേർക്കുന്നതിൽ നമ്മൾ അത്ര താല്പര്യം കാണിക്കാറില്ലായിരുന്നു. നോമിനി ഇല്ലാത്തതുകൊണ്ട് കുടുംബാംഗങ്ങൾക്ക് പണം കിട്ടാൻ വലിയ നിയമ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തത് വലിയൊരു പിഴവാണ്. പഴയ ബാങ്ക് അക്കൗണ്ടുകളിൽ പഴയ വിലാസമായിരിക്കും. വിലാസമോ ഫോൺ നമ്പറോ മാറുമ്പോൾ ബാങ്കിന് നിങ്ങളെ ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു. പിന്നെ ഏകീകൃത സംവിധാനം ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. ബാങ്ക്, ഇൻഷുറൻസ്, ഓഹരികൾ എന്നിവയ്ക്ക് വ്യത്യസ്ത റെഗുലേറ്റർമാരാണ് ഉള്ളത്. അതായത് RBI, SEBI, IRDAI എന്നിങ്ങനെ. അതുകൊണ്ട് എല്ലാ നിക്ഷേപങ്ങളും ഒരിടത്ത് പരിശോധിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ കോടിക്കണക്കിന് പണം ആരുടേതുമല്ലാതെ കിടക്കുമ്പോൾ അതിൽ നിങ്ങളുടെ പണവും ഉണ്ടോ? അങ്ങനെയെങ്കിൽ എങ്ങനെ നിങ്ങളുടെ പണം കണ്ടെത്താം? അതിൽ ആദ്യത്തെ കാര്യം നിങ്ങളുടെ പണം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. വ്യത്യസ്ത ഇടങ്ങളിലായുള്ള പണം എങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ പറഞ്ഞു തരാം. ബാങ്ക് നിക്ഷേപങ്ങളിലെ പണമാണെങ്കിലോ, അക്കൗണ്ട് ഉടമ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ KYC രേഖകൾ, അതായത് തിരിച്ചറിയൽ വിലാസ രേഖകൾ, അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം ബാങ്ക് ബ്രാഞ്ചിലോ സ്ഥാപനത്തിലോ അപേക്ഷ നൽകുക. അല്ലെങ്കിൽ ഉദ്ഗം പോർട്ടൽ ഉപയോഗിക്കുക. നിങ്ങളുടെ പേരും പാൻ കാർഡും മാത്രം മതി സെർച്ച് ചെയ്ത് പണമുണ്ടോ എന്ന് കണ്ടെത്താൻ. അക്കൗണ്ട് ഉടമ മരിച്ചുവെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ്, പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹെയർ രേഖകൾ, നോമിനിയാണെങ്കിൽ നോമിനേഷൻ തെളിവുകൾ എന്നിവ ഹാജരാക്കണം. ഇനി ഓഹരി നിക്ഷേപമാണെങ്കിൽ IEPF വെബ്സൈറ്റിൽ പോയി കമ്പനിയുടെ പേരും നിങ്ങളുടെ വിലാസവും നൽകി പരിശോധിക്കാം. PF തുക കണ്ടെത്താൻ നിങ്ങളുടെ UAN ഉപയോഗിച്ച് EPFO പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ പഴയ അക്കൗണ്ടുകൾ കാണാൻ കഴിയും. ഇൻഷുറൻസിലാണെങ്കിൽ ഓരോ ഇൻഷുറൻസ് കമ്പനിയുടെയും വെബ്സൈറ്റിൽ അൺക്ലെയിംഡ് എമൗണ്ട് സെർച്ച് ചെയ്യാൻ പ്രത്യേക ലിങ്ക് ഉണ്ടാകും. അവിടെ പണത്തിൻ്റെ വിവരങ്ങൾ ഉണ്ടാകും. പിന്നെ ഒരു കാര്യം,
നിങ്ങളുടെ പണം അല്ലെങ്കിൽ കൂടി ചിലപ്പോൾ ബാങ്കിംഗ് സിസ്റ്റത്തിലെ തകരാറുകൾ മൂലം ചില അക്കൗണ്ടുകളിൽ വലിയ തുകകൾ തെറ്റായി ക്രെഡിറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഉദാഹരണം പറയാം, UPയിലെ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിൽ ഇത്തരത്തിൽ 10 കോടി രൂപ എത്തിയിരുന്നു. നിങ്ങൾക്ക് അവകാശപ്പെട്ട പണം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. നിങ്ങൾക്ക് ലഭിക്കേണ്ട പണമാണെങ്കിൽ അത് തിരികെ കിട്ടേണ്ടേ? അതിനെന്ത് ചെയ്യണം? പണം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അടുത്ത നടപടി ഇതൊക്കെയാണ്. ബാങ്ക് നിക്ഷേപമാണെങ്കിൽ അക്കൗണ്ടുള്ള ബാങ്ക് ശാഖയിൽ നേരിട്ട് പോകുക. KYC രേഖകളും ആവശ്യമെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഓഹരികളാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓൺലൈനായി IEPF 5 ഫോം പൂരിപ്പിക്കണം. അതിനുശേഷം ഇതിൻ്റെ കോപ്പി കമ്പനി നോഡൽ ഓഫീസർക്ക് അയച്ചു കൊടുക്കണം. തുടർ നടപടികൾക്കായി കാത്തിരിക്കണം. ഒരു പ്രധാന കാര്യം, ആധാർ ഡീആക്ടിവേഷൻ. വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവരുടെ ആധാർ മൈ ആധാർ പോർട്ടൽ വഴി ഡീആക്ടിവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഐഡന്റിറ്റി മോഷ്ടിക്കുന്നതിന് ഇടയാക്കും. ഓർക്കുക, നിങ്ങൾക്ക് അവകാശപ്പെട്ട പണത്തിൻ്റെ നിയന്ത്രണം സർക്കാരിലേക്ക് മാറിയാലും അതിന്മേലുള്ള നിങ്ങളുടെ നിയമപരമായ അവകാശം നഷ്ടപ്പെടുന്നില്ല. അതായത് പണം അവിടെ തന്നെയുണ്ട്. അത് വീണ്ടെടുക്കാൻ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതും. അതുപോലെ വ്യത്യസ്ത ഇടങ്ങളിലെ പണമിടപാടുകൾ വീട്ടുകാരെ അറിയിക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ രേഖകൾ പരിശോധിക്കൂ. നോമിനികളെ ചേർത്തിട്ടില്ലെങ്കിൽ ഉടൻ അത് ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അറിയാനായി വീഡിയോ ഷെയർ ചെയ്യൂ. ആർക്കറിയാം, ഒരുപക്ഷെ അവരും വലിയൊരു തുക ആരും അറിയാതെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകുമെന്ന്. കൂടുതൽ സാമ്പത്തിക അറിവുകൾക്കായി ദ പ്രോഫിറ്റ് ന്യൂസ്.